So in this section we have to discuss a new topic, the determination of microstructure of module 2 of metallurgy and material science. So first term is what is metallography. So metallography is a part of metallurgy which is related to study of metals by microscopic examination using optical and electron microscope. So metallography എന്ന് പറയുമ്പോൾ നമ്മൾ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. എങ്ങനെ മൈക്രോസ്കോപ്പിൻ്റെ അടി വെച്ച് ഏത് ടൈപ്പ് മൈക്രോസ്കോപ്പാണ് യൂസ് ചെയ്യുന്നത്? ഓപ്റ്റിക്കൽ യൂസ് ചെയ്യും, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യും. സോ മെറ്റലോഗ്രാഫി എക്സാമിനേഷൻ റിവീൽ ദ സ്ട്രക്ചർ ഓഫ് ഗ്രെയിൻസ്, ഗ്രെയിൻ ബൗണ്ടറീസ്, ദ പ്രസൻസ് ഓഫ് മൈക്രോ ഫേസസ്, ലൈൻ ഡിഫക്ട്, സർഫസ് ഡിഫക്ട്. അപ്പോൾ മെറ്റലോഗ്രാഫി എന്ന് പറയുമ്പോൾ നമ്മൾ മൈക്രോ സ്ട്രക്ചറിൻ്റെ അടി വെച്ച് മൈക്രോസ്കോപ്പിൻ്റെ അടി വെച്ച് നമ്മൾ നമ്മുടെ മെറ്റീരിയൽസിൻ്റെ സ്പെസിമെൻ്റെ മൈക്രോ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യുന്നു. സോ അത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലാവും? ദ സ്ട്രക്ചർ ഓഫ് ഗ്രെയിൻസ്, ഗ്രെയിൻ ബൗണ്ടറീസ്, പ്രസൻസ് ഓഫ് മൈക്രോ ഫേസസ്, ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ ഡിഫക്ട്സ്, ലൈൻ ഡിഫക്ട്സ്, സർഫസ് ഡിഫക്ട്സ്, അതൊക്കെ നമുക്ക് ഈ ഒരു മെറ്റലോഗ്രാഫിയിലൂടെ നമുക്ക് കാണാൻ പറ്റും. സോ ബേസിക്കലി നമുക്ക് രണ്ട് ടൈപ്പ് മൈക്രോസ്കോപ്പാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓപ്റ്റിക്കൽ മൈക്രോസ്കോപ്പാണ്. അതിനകത്ത് ലൈറ്റാണ് നമ്മൾ ട്രാൻസ്മിഷൻ മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ 2000x വരെ മാഗ്നിഫിക്കേഷൻ വേണ്ട സ്ഥലത്താണ് നമുക്ക് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇത് നമുക്ക് കോമൺലി യൂസ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിനെക്കാട്ടിലും വേറെ ടൈപ്പുണ്ട്. SEM ആൻഡ് TEM രണ്ടെണ്ണമുണ്ട്. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അത് രണ്ടാണ് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഈ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ നമ്മുടെ ഡിഫറെൻറ്റ് മെറ്റൽസിൻ്റെ ഇങ്ങനെ ആയിരിക്കും സ്ട്രക്ചർ വരുന്നത്. കോപ്പർ, നിക്കൽ, അലോയ്, സ്റ്റീൽ, ഓക്കെ, ഈ രീതിയിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. സോ നെക്സ്റ്റ് വൺ ഈ സെലക്ടിങ് ആൻഡ് കട്ടിങ് ദി സ്പെസിമെൻ. അതായത് നമ്മൾ മൈക്രോ സ്ട്രക്ചറിലൂടെ നമ്മൾ മെറ്റലോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ഒരു സ്പെസിമെൻ തയ്യാറാക്കാൻ പോവുക. സോ നമ്മളിവിടെ പഠിക്കുമ്പോൾ എങ്ങനെയാണ് ആ സ്പെസിമെൻ തയ്യാറാക്കുന്നത്, വാട്ട് ആർ ദ പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോസസ്. The first procedure is cutting and selection and cutting of the specimen. The specimen selected for the study should be a true representative of the material being studied. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളൊരു മെറ്റീരിയൽ, ഏത് മെറ്റീരിയലാണോ സ്റ്റഡി ചെയ്യേണ്ടത് ആ മെറ്റീരിയൽസിൻ്റെ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് കട്ട് ചെയ്യാന്ന് വെച്ചാൽ പല ടൈപ്പ് ഓഫ് കട്ടിങ്, എങ്ങനെയൊക്കെ കട്ട് ചെയ്തെടുക്കാം? കട്ടിങ് വേണമെങ്കിൽ അബ്രസീവ് വീൽ യൂസ് ചെയ്തോ അല്ലെങ്കിൽ സോ യൂസ് ചെയ്തോ കട്ട് ചെയ്യുക. ആഫ്റ്റർ സെലക്ടിങ് ദ പർട്ടിക്കുലർ റീജിയൻ ഓഫ് ദ മാസ്, ദ സ്പെസിമെൻ ഹാസ് ടു കട്ട് കെയർഫുള്ളി യൂസിങ് സോ ഓർ അബ്രസീവ് വീൽ. സോ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, ഓവർ ഹീറ്റ് ചെയ്യാൻ ഉണ്ടാകാൻ പാടില്ല. വൈ കട്ടിങ് സ്പെസിമെൻ ഷുഡ് നോട്ട് ബി ഓവർ ഹീറ്റഡ്, ബിക്കോസ് ഓവർ ഹീറ്റ് ചെയ്ത് എന്ത് സംഭവിക്കും? അതിൻ്റെ മൈക്രോ സ്ട്രക്ചറിൽ ചേഞ്ചസ് സംഭവിക്കും. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ സ്പെസിമെൻ നമ്മൾ എടുക്കുമ്പോൾ 10 to 15 മില്ലിമീറ്റർ ഇൻ ഡയമീറ്റർ അല്ലെങ്കിൽ സ്ക്വയറിലായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെയുള്ള സ്പെസിമെൻ ആയിരിക്കും 10 to 15 മില്ലിമീറ്റർ ഡയമീറ്റർ, അല്ലെങ്കിൽ സ്ക്വയറിലായിരിക്കും നമ്മൾ എടുക്കുന്നത്. സ്ക്വയറിൻ്റെ സൈസ് 10 to 15 ആയിരിക്കും എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അത് ഈ ഒരു സ്പെസിമെൻ നമ്മൾ ഏതൊരു റെസിനകത്ത് മൗണ്ട് ചെയ്താണ് വെക്കുന്നത്. ഏത് റെസിനാണ്? തെർമോ പ്ലാസ്റ്റിക് റെസിനകത്താണ് മൗണ്ട്. അത് തൊട്ടടുത്തൊരു ഫിഗറിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് കണ്ടോ, ഇതിങ്ങനെയാണ്, മനസ്സിലായില്ലേ? ഇത് നമ്മുടെ സ്പെസിമെൻ ഉണ്ടോ? ഈ സ്പെസിമെനെ ഏതിനകത്ത് മൗണ്ട് വെച്ചേക്കുന്നത്? തെർമോ പ്ലാസ്റ്റിക് റെസിനകത്താണ് മൗണ്ട് വെച്ചേക്കുന്നത്. അതിൻ്റെ സൈസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? മാക്സിമം സ്പെസിമെൻ സൈസൊക്കെ നേരത്തെ പറഞ്ഞായിരുന്നു, 10 to 15 ഡയമീറ്റർ. അപ്പോൾ ഇങ്ങനെയാണ് സ്പെസിമെൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് എങ്ങനെയാണ് സ്പെസിമെൻ നമ്മൾ ഇനി ഇതിനെ റഫ് ഗ്രൈൻഡ് ചെയ്യണം, ഫൈൻ ഗ്രൈൻഡ് ചെയ്യണം, അതുപോലെ തന്നെ പോളിഷ് ചെയ്യണം. അപ്പോൾ ഓരോ പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത മെറ്റീരിയൽ നമ്മൾ പിന്നെ ഗ്രൈൻഡിങ് വീൽ അല്ലെങ്കിൽ അബ്രസീവ് കട്ടർ ഓർ സോ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഓവർ ഹീറ്റിംഗ് പാടില്ല. ഓവർ ഹീറ്റിംഗ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ microstructure change now. So the first one is a rough grinding. The first step is in the grinding is to make the surface absolutely flat. അപ്പോൾ നമ്മുടെ സർഫസ് ഒക്കെ ഇങ്ങനെ കർവ്ഡ് ആയിരിക്കും, എന്തെങ്കിലും കൊറിഗേഷൻസ് ഒക്കെ കാണും. അപ്പോൾ നമുക്ക് ഫയൽ വെച്ചിട്ട് എന്ത് സംഭവിക്കണം? അതിനെ ഫ്ലാറ്റ് സർഫസ് ആയിട്ട് മാറ്റണം അല്ലേ? ഇറ്റ് ക്യാൻ ബി ഡൺ യൂസിങ് എ ഫയൽ. ഓക്കെ, റൊട്ടേറ്റിംഗ് ഗ്രൈൻഡിങ് വീൽ ഓർ മോട്ടോർ ഡ്രിവൺ ബെൽറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം? ഒന്നെങ്കിൽ ഫയൽ യൂസ് ചെയ്യാം. ഫയൽ അറിയാമല്ലോ, എന്നിട്ട് ഈ ഫിഗറിനകത്ത് കൊടുത്തിട്ടുണ്ട് ഫയൽ. ഇതാണ് ഫയൽ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്രൈൻഡിങ് വീല്, ഒരു മോട്ടർ, ഇതുണ്ടോ ഈ ഗ്രൈൻഡിങ് വീൽ, അബ്രസീവ് വീലാണ്. ഈ അബ്രസീവ് വീല് ഇതേ കണക്ട് ചെയ്ത് വെക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് റഫ് ഗ്രൈൻഡിങ് ചെയ്യാം. ഓക്കെ, പിന്നെ
it is preferred to keep the file stationary and rub the specimen on against it. അപ്പം നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ഈ ഫയൽ ഒരു വൈസിൽ കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് സ്പെസിമെൻ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ, അഗെയിൻ കെയർ മസ്റ്റ് ബി ടേക്കൺ ഫോർ ഓവർ ഹീറ്റും ഉണ്ടാകാൻ പാടില്ല. ഓവർ ഹീറ്റിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ മൈക്രോ സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്പെസിമെൻ ഷുഡ് വാഷ് to remove the coarse and the fillings and abrasive particles. അപ്പോൾ നമ്മൾ റഫ് ഗ്രൈൻഡിങ് ചെയ്തതിന് ശേഷം സ്പെസിമെൻ നല്ലതായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യുക. അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് നമ്മൾ മെറ്റീരിയൽ സെലക്ട് ചെയ്തു, കട്ടിങ് ചെയ്തു, പിന്നെ റഫ് ഗ്രൈൻഡിങ് ചെയ്തു. അപ്പോൾ റഫ് ഗ്രൈൻഡിങ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഫയൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അബ്രസീവ് കട്ടിങ് വീൽ നമ്മൾ മോട്ടോർ ഡ്രിവൺ ആയിട്ട് ചെയ്യാം. സോ നെക്സ്റ്റ് വേണ്ടത് ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഫൈൻ ഗ്രൈൻഡിങ് എന്ന് പറയുക. ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഫൈൻ ഗ്രൈൻഡിങ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഈ എംബ്രി പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ദിസ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ എംബ്രി പേപ്പർ ഓഫ് പ്രോഗ്രസീവ്ലി സ്മോളർ ഗ്രിഡ്സ്. ഓക്കെ, ആദ്യം നമ്മൾ ഗ്രിഡ് നമ്മളിങ്ങനെ കുറച്ച് കൊണ്ടിടും. ആദ്യം നമ്മൾ 40 to 80 സൈസിൻ്റെ ഗ്രിറ്റ്, അത് കോഴ്സ് ഗ്രിറ്റ് എന്ന് പറയും. അത് നമുക്ക് എന്താണ് മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സ്ട്രാ മെറ്റീരിയൽസ് ഒക്കെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ 100 to 150 ഗ്രിറ്റ്, അത് മീഡിയം സൈസ് ഗ്രിറ്റ്, അത് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട്, സർഫസ് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 180 to 500 ഫൈനാണ്, അത് നമുക്ക് ലെവൽ ചെയ്തിട്ട് കുറച്ചുകൂടെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 600 to 1500 അത് മൈക്രോ ലെവലിലാണ്, അത് നമുക്ക് ഫൈൻ സാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. അത് കുറച്ചുകൂടെ ശരിക്കും ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എംബ്രി പേപ്പർ നമ്മൾ ഒരു ഫ്ലാറ്റ് സർഫേസിൽ വെക്കുന്നു, എന്നിട്ട് എന്താ പറയുന്നത്, നമ്മുടെ സ്പെസിമെൻ അതിന് പുറത്തിട്ട് ഇങ്ങനെ ഓരോ ഡയറക്ഷന് മാത്രം ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ്. എംബ്രി പേപ്പർ ഈസ് കെപ്റ്റ് ഇൻ എ ഫ്ലാറ്റ് സർഫേസ് ആൻഡ് സച്ച് ആസ് ഗ്ലാസ് ആൻഡ് സ്പെസിമെൻ ഇസ് റബ്ഡ് അഗൈൻസ്റ്റ് ഇറ്റ് ഇൻ എ സിംഗിൾ ഡയറക്ഷൻ. ഒരേ ഡയറക്ഷൻ ഇങ്ങനെ മാത്രം, ഇങ്ങനെ റബ്ബ് ചെയ്യത്തില്ല. ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന നമുക്ക് ഈ സ്ക്രാച്ചസ് ഉണ്ടാവും. സോ ഇങ്ങനെ ഒരേ ഡയറക്ഷന് മാത്രം റബ്ബ് ചെയ്യുന്നു. Once the grinding is completed, the specimen should be washed thoroughly. അപ്പോൾ നമ്മൾ റഫ് ഗ്രൈൻഡിങ് കഴിഞ്ഞപ്പോൾ നമ്മൾ സ്പെസിമെൻ വാഷ് ചെയ്തു. നെക്സ്റ്റ് ഫൈൻ ഗ്രൈൻഡിങ് ഇൻ്റർമീഡിയറ്റ് ഗ്രൈൻഡിങ് ചെയ്യുകയും സ്പെസിമെൻ വാഷ് ചെയ്യുന്നു. നെക്സ്റ്റ് പറയാനുള്ളത് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇഫ് ദ സ്പെസിമെൻ ഈസ് ഫസ്റ്റ് ഗ്രൗണ്ട് വിത്ത് എംബ്രി പേപ്പർ ഓഫ് സൈസ് 220, ദ ന്യൂ സ്ക്രാച്ചസ് വിൽ ബി ഫോംഡ് അറ്റ് 90s ടു ദി പ്രീവിയസ് ഗ്രൈൻഡിങ്. സോ നമ്മളിങ്ങനെ ആ ഒരു ഇതിൻ്റെ സൈസ്, എംബ്രി പേപ്പറിൻ്റെ സൈസ് വേരി ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ അതിനെ ഫിനിഷ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് ഫിനിഷ് ചെയ്ത് അത് ചെറിയതായിട്ട് അതിൻ്റെ സർഫസ് നല്ല ഫിനിഷിലായിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഗ്രൈൻഡിങ് ഷുഡ് ബി കണ്ടിന്യൂഡ് ടിൽ ഓൾ ദ സ്ക്രാച്ചസ് ആൻഡ് പ്രീവിയസ് ഗ്രൈൻഡിങ് ഡിസപ്പിയേഴ്സ്. എപ്പോൾ വരെ ഗ്രൈൻഡിങ് ചെയ്യണം, അതിൻ്റെ ഉള്ള ഈ സ്ക്രാച്ചസ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സ്ക്രാച്ചെല്ലാം ഡിസപ്പിയർ ചെയ്യുന്നത്. നമ്മൾ കോഴ്സ് ഇട്ട് പിടിക്കുമ്പോഴത്തേക്ക് നല്ലതായിട്ട് സ്ക്രാച്ച് ഉണ്ടാവും. പിന്നെ തൊട്ടടുത്ത ഇതുണ്ടാവും, 4 ടൈപ്പ് ഉള്ളത്. ഒന്ന് ഫസ്റ്റ് കൊണ്ട് കോഴ്സ് ഉണ്ട്, മീഡിയം ഉണ്ട്, ഫൈൻ ഉണ്ട്, മൈക്രോ ഉണ്ട്. കോഴ്സ് എടുത്ത് പിടിക്കുമ്പോഴത്തേക്കും നല്ല ആയിട്ടുള്ള സ്ക്രാച്ചസ് ഉണ്ടാവും. അടുത്ത മീഡിയം ഇട്ട് പിടിക്കുമ്പോഴത്തേന് ആ കോഴ്സ് വെച്ച് ഉണ്ടാകുന്ന സ്ക്രാച്ചസ് ഒക്കെ കുറേയൊക്കെ ഇല്ലാതാവും, എന്നാൽ ചെറിയ സ്ക്രാച്ചസ് വരും. പിന്നെ ഫൈനായിട്ട് പിടിക്കുമ്പോൾ മീഡിയം വെച്ച് ഉണ്ടാകുന്ന സ്ക്രാച്ചസ് ഇല്ലാതാവും. പിന്നെ മൈക്രോ ഇട്ട് പിടിക്കുമ്പോൾ ഫൈൻ വെച്ച് ഉണ്ടാകുന്ന സ്ക്രാച്ചസ് ഇല്ല. അങ്ങനെ നമ്മൾ ചെയ്ത് ഒരു പെർഫെക്റ്റ് സർഫസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ മെഷീൻ ഗ്രൈൻഡിങ് വേണമെങ്കിൽ ചെയ്യാം. അതായത് നമ്മുടെ എംബ്രി പേപ്പർ റൊട്ടേറ്റിംഗ് വീലിലായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സാമ്പിൾ അതിലോട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെടുക്കും, ഓട്ടോമാറ്റിക്കലി അങ്ങനെ തന്നെ നമുക്ക് അത് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. Fine grinding is done in similar manner to previous grid sites, and emery paper will designate 10, 20, 30, 40. നമ്മൾ ആദ്യമേ ഇൻ്റർമീഡിയറ്റ് ഗ്രൈൻഡിങ് കഴിഞ്ഞു, അതിനുശേഷം ഫൈൻ ഗ്രൈൻഡിങ് ചെയ്യുക. വൺസ് ദ ഫൈൻ ഗ്രൈൻഡിങ് ഇസ് കംപ്ലീറ്റഡ്, ദ സ്പെസിമെൻ സർഫേസ് വിൽ ബി ഷൈനിങ് ആൻഡ് സ്ക്രാച്ച് ഫ്രീ ഓൺ ദി വിഷ്വൽ ഇൻസ്പെക്ഷൻ. നമ്മൾ റഫ് ഗ്രൈൻഡിങ് കഴിഞ്ഞു, അതിനുശേഷം ഇൻ്റർമീഡിയറ്റ് ഗ്രൈൻഡിങ് കഴിഞ്ഞു, അതിനുശേഷം ഫൈൻ ഗ്രൈൻഡിങ് ചെയ്യുന്നു. ഫൈൻ ഗ്രൈൻഡിങ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ആ ഒരു സ്പെസിമെൻ നല്ല ഷൈനിങ് ആയിരിക്കും, സ്ക്രാച്ച് ഫ്രീ ആയിരിക്കും. വിഷ്വൽ ഇൻസ്പെക്ഷനിലൂടെ നമുക്ക് അതിനകത്ത് ഒരു സ്ക്രാച്ചും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നെക്സ്റ്റ് അതാണ് പോളിഷിങ്. ഡ്യൂറിങ് ഫൈൻ ഗ്രൈൻഡിങ് എ സീരീസ് ഓഫ് പാരലൽ ഗ്രൂവ്സ് വിൽ ലെഫ്റ്റ്. എത്ര നമ്മൾ ഫൈൻ ഗ്രൈൻഡിങ് ചെയ്താലും ചെറിയ ഗ്രൂവ്സ് ഇങ്ങനെ ഉണ്ടായി അതിൻ്റെ പുറത്തുനിന്ന് കാണാൻ പറ്റും. എത്ര നമ്മൾ ചെയ്താലും കാണാൻ പറ്റും. ആ ഒരു ഗ്രൂവ്സിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോളിഷിങ് ചെയ്യുന്നത്. ഓക്കെ, പോളിഷിങ് ഈസ് മീൻ ടു റിമൂവ് ദിസ് ഗ്രൂവ്സ്. ഈ ഗ്രൂവ്സിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് പോളിഷിങ് ചെയ്യുന്നത്. പോളിഷിങ് ഇസ് ഡൺ ബൈ പോളിഷിങ് ക്ലോത്ത് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്.
ഓക്കെ. പോളിഷിംഗ് ക്ലോത്ത് പാഡ് ഇംപ്രഗ്നേറ്റഡ് വിത്ത് സൂട്ടബിൾ പോളിഷിംഗ് മീഡിയം. അപ്പോൾ പോളിഷിംഗ് മീഡിയം എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു വെറ്റഡ് വാട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ നനച്ച് കൊടുത്തിട്ട് പോളിഷ് ചെയ്യുമ്പോൾ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ. അതുപോലെ അല്ലെങ്കിൽ പോളിഷിംഗ് പേസ്റ്റ് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഒരു പേസ്റ്റ് ഒന്ന് കുറച്ചുകൂടെ ഗ്ലേസിങ് നമുക്ക് കിട്ടും. സോ ദ വെറ്റഡ് ക്ലോത്ത് വിത്ത് ഡിസ്റ്റിൽഡ് വാട്ടർ ആൻഡ് സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് പോളിഷിംഗ് പൗഡർ ഓർ പേസ്റ്റ് ഈസ് അപ്ലൈഡ്. ദ സ്പെസിമെൻ ഈസ് പ്രസ്ഡ് അഗൈൻസ്റ്റ് റൊട്ടേറ്റിംഗ് വീൽ മൂവ്സ് ഇൻ ഓപ്പോസിറ്റ് ടു ദി and moved to the opposite direction of rotation. So harder specimens are generally given 2 stages of polishing. So harder specimens അതായത് സ്റ്റീൽ അയണൊക്കെ ആണെങ്കിൽ നമ്മൾ 2 സ്റ്റേജ് ഓഫ് പോളിഷിംഗ് കൊടുക്കാറുണ്ട്. ഇത് കണ്ടോ, ഇതാണ് പോളിഷിംഗ് മെഷീൻ. ഇതൊരു ഡ്രമ്മാണ്. ഇത് ഡ്രമ്മിനകത്തോട്ട് നമ്മുടെ പോളിഷിംഗ് ക്ലോത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ഇത് കണ്ടോ, ഈ സാധനമാണ് നമ്മുടെ തെർമോപ്ലാസ്റ്റിക് റെസിൻ. അതിനകത്ത് ഈ കറുത്ത് കാണുന്നതാണ് നമ്മുടെ സ്പെസിമെൻ. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇതിനടുത്ത് ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കും. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേന് ഈ ഒരു സംഭവത്തിന് ഇങ്ങനെ പോളിഷ് ചെയ്ത് അതിൻ്റെ സ്ക്രാച്ചസ് എല്ലാം മാറ്റും. ക്ലിയർ ആണല്ലോ. അടുത്തത് പോളിഷിങ്ങിൻ്റെ റിമൈനിങ് ആണ്. അറ്റ് ദി എൻഡ് ഓഫ് പോളിഷിങ് ദ സർഫസ് ഷുഡ് ബി സ്ക്രാച്ച് ഫ്രീ പെർഫെക്റ്റ്ലി ഷൈനിങ് അപ്പിയറൻസ്. ഓക്കെ. അപ്പോൾ പോളിഷ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ സർഫസ് സ്ക്രാച്ച് ഫ്രീ ആയിരിക്കും, പെർഫെക്റ്റ് ഷൈനിങ് ആയിരിക്കും, മിറർ പോലെ തിളങ്ങും. ഓക്കെ. ആഫ്റ്റർ ദ സാമ്പിൾ ക്ലീനിങ്, ആ സാമ്പിൾ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഒരു ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് നോക്കുന്നത്, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ നമ്മുടെ ഏത് മൈക്രോസ്കോപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെ വെച്ചിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ഒബ്സർവ് ചെയ്യുന്നതിന് മുന്നേ അടുത്ത നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് ലെവലിലോട്ട് പോകുമ്പോഴത്തേന് എച്ചിങ് ആണ് വേണ്ടത്. എച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡീറ്റെയിൽഡ് മൈക്രോ സ്ട്രക്ചർ സ്റ്റഡിക്ക് വേണ്ടി പോകുമ്പോഴത്തേന് നമുക്ക് എച്ചിങ് എന്തായാലും ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എച്ചിങ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ഈ ഒരു പോളിഷിങ് ചെയ്ത് കഴിയുമ്പോഴത്തേന് അതിൻ്റെ പുറത്തൊരു ലെയർ ഓഫ് അമോർഫസ് മെറ്റൽ ലെയർ ഉണ്ടാകും. അപ്പോൾ ആ ഒരു ലെയറിനെ ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എച്ചിങ് ചെയ്യുന്നത്. എച്ചിങ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ റിയേജൻ്റാണ്. സോ എച്ചിങ്, ബിഫോർ എച്ചിങ് ദ specimen can be checked for slag ഇൻകർഷൻസ്, സ്ലാഗ് ആൻഡ് ഫ്ലേക്സ്. അപ്പോൾ എച്ചിങ് ചെയ്യുന്ന നമ്മൾ അതിനകത്ത് ഇത് സ്ലാഗോ അല്ലെങ്കിൽ ഫ്ലേക്കോ ഇൻകർഷൻസോ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം. പിന്നെ എന്താ ചെയ്യേണ്ടത്? ദ മെക്കാനിസം ഓഫ് പോളിഷിംഗ് ഈസ് സച്ച് ദാറ്റ് ഇറ്റ് ലീവ്സ് ആൻ അമോർഫസ് മെറ്റൽ ഓൺ ദ സർഫസ് ആൻഡ് ട്രൂ സ്ട്രക്ചർ വിൽ നോട്ട് ബി റിവീൽ. അപ്പോൾ പോളിഷിങ് ചെയ്ത് കഴിയുമ്പോഴത്തേന് അതിൻ്റെ പുറത്ത് ഒരു അമോർഫസ് ലെയർ ഓഫ് മെറ്റൽ അതിനകത്ത് ഒരു സർഫസ് ലെവലിൽ കാണും. ആ മെറ്റൽ സർഫസിലുണ്ട് ഉള്ളതുകൊണ്ട് നമുക്കെന്തെടുക്കും, ട്രൂ സ്ട്രക്ചർ നമുക്കവിടെ കിട്ടത്തില്ല. സോ നമുക്ക് എന്തെടുക്കണം, HNT ഈസ് യൂസ്ഡ് ടു ഡിസോൾവ് ദിസ് അമോർഫസ് ലെയർ സോ ആസ് ടു അബ്സോർവ് മൈക്രോ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് അണ്ടർ ദി മൈക്രോസ്കോപ്പ്. അപ്പം നമ്മൾ ഈ HNT വെച്ചിട്ട് നമ്മൾ ഈ അമോർഫസ് ലെയറിനെ ഡിസോൾവ് ചെയ്ത് കളയുന്നു. അങ്ങനെ ചെയ്ത് നമുക്ക് ക്ലിയർ കട്ടായിട്ട് നമുക്ക് ആ മൈക്രോ സ്ട്രക്ചർ മൈക്രോസ്കോപ്പിൽ കൂടെ കാണാൻ പറ്റും. സോ ഇൻ അലോയ്സ് പ്രിഫറൻഷ്യൽ എച്ചിങ് ഈസ് റിക്വയർഡ് ടു ഡിസോൾവ് 1 or more ഫേസ്. അതായത് അലോയ്സ് പറയുമ്പോഴത്തേന് അവിടെ ഒന്നിൽ കൂടുതൽ മെറ്റൽസ് കാണുമല്ലോ, ഒരു മെറ്റലിനല്ലല്ലോ, ഒന്നിൽ കൂടുതൽ മെറ്റൽസിൻ്റെ കോമ്പിനേഷനാണ് അലോയ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ മെറ്റൽസിൻ്റെ അമോർഫസ് ഫോംസിനെ ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിഫറൻഷ്യൽ എച്ചൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ എച്ചിങ് ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് ഫേസ്. അപ്പോൾ ഓരോ ഫേസിനും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എച്ചൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ബിക്കോസ് ഓഫ് ദ ഡിഫറൻസ് ഇൻ കെമിക്കൽ കോമ്പോസിഷൻ ആൻഡ് ഡിഫറൻസ് ഇൻ ദ ഓറിയൻറ്റേഷൻ ഓഫ് ഗ്രെയിൻസ്. അപ്പോൾ ഓറിയൻറ്റേഷൻ ഓഫ് ഗ്രെയിൻസ് അതുപോലെ തന്നെ അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷന് ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ എച്ചിങ് റിയേജൻറ്റ് സെലക്ട് ചെയ്യുന്നത്. So before etching, the surface of the specimen should be thoroughly cleaned. Okay, ആ സർഫസ് നമ്മൾ ക്ലീൻ ചെയ്യണം. സർഫസ് ക്യാൻ ബി ക്ലീൻഡ് ബൈ ഡിപ്പിംഗ് ദ സാമ്പിൾ ഇൻ ബോയിലിംഗ് ഹോട്ട് ആൽക്കഹോൾ നമുക്ക് ഡിപ്പ് ചെയ്ത് സർഫസ് ക്ലീൻ ചെയ്യാം. വൺസ് ദ സാമ്പിൾ ഈസ് ക്ലീൻഡ് ഇൻ ദ സ്പെസിമെൻ ഈസ് എച്ച്ഡ് ബൈ ഡിപ്പിംഗ് ദ സ്പെസിമെൻ ഇൻ എച്ചിങ് റിയേജൻറ്റ് ആൻഡ് എഡ്യൂക്കേറ്റഡ് ഫോർ സെവറൽ സെക്കൻഡ്. നമ്മൾ എച്ചിങ് റിയേജൻറ്റ് ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മളിത് എച്ചിങ് പ്രോസസ്സ് ചെയ്യുന്നത്. വൺസ് ദ സാമ്പിൾ ഇസ് ട്രീറ്റഡ് വിത്ത് HN, so ഇത് സ്പെസിമെൻ ഈസ് ക്വിക്ക്ലി ട്രാൻസ്ഫർ ടു വാട്ടർ വാഷ് അവേ ദി HN. അപ്പോൾ നമ്മൾ ഈ ഡിപ്പ് ചെയ്തതിന് ശേഷം വാട്ടർ വാഷ് ചെയ്ത് HN റിമൂവ് ചെയ്യും. ഡ്യൂറിങ് എച്ചിങ് ദ ബ്രൈറ്റ് അപ്പിയറൻസ് ഓഫ് ദി സാമ്പിൾ മേ ബി ലോസ്റ്റ് ആൻഡ് ബിക്കം ഡൾ ഇൻ സം മെറ്റീരിയൽസ് ആൻഡ് ഗ്രെയിൻ സ്ട്രക്ചർ മേ ബി വിസിബിൾ. അപ്പോൾ ഈ എച്ചിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു മെറ്റലിൻ്റെ ഷൈനിങ് അപ്പിയറൻസ് ഒക്കെ പോയിട്ട് ഒന്ന് ഡൾ ആവാനുള്ള സാധ്യത ഉണ്ട്.
അതുകൊണ്ടോ ഇത് മൈക്രോസ്കോപ്പിനകത്ത് എച്ചിങ്ങിന് മുന്നേ ഉള്ളതാണ്. ഇത് മൈക്രോസ്കോപ്പിനകത്ത് നോക്കുമ്പോൾ എച്ചിങ് ചെയ്തിട്ട് നോക്കുമ്പോൾ ഉള്ളതാണ് ഇങ്ങനെ. അപ്പോൾ ഇതിനകത്ത് നോക്കി നമുക്ക് ഇതിനകത്ത് സ്ട്രക്ചറൊന്നും കറക്റ്റായിട്ട് റിവീൽ ചെയ്തില്ല. കാരണം ഇതിന് പുറത്തൊരു ലെയറുണ്ട്, അമോർഫസ് ലെയറുണ്ട്. അപ്പോൾ നമ്മൾ എച്ചിങ് ചെയ്യുമ്പോഴത്തേന് അമോർഫസ് ലെയർ ഡിസോൾവ് ചെയ്ത് കളയുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് എന്താ പറയുക, നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് എൻ്റെ സ്പെസിമെൻ പ്രിപ്പറേഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സെലക്ഷൻ ഓഫ് മെറ്റീരിയൽ, കട്ടിങ്, റഫ് ഗ്രൈൻഡിങ്, ഇൻ്റർമീഡിയറ്റ് ഗ്രൈൻഡിങ്, ഫൈൻ ഗ്രൈൻഡിങ്, എച്ചിങ്. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ശരി.